ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ സ്വന്തം ചാനലായ ഷഖൈന ചാനലിലൂടെ ലോകത്തിലെ മലയാള മനസ്സുകളിൽ യേശുവിനെ നൽകുവാൻ, ജീവിക്കുന്ന യേശുവിൻ്റെ സജീവ സാന്നിധ്യം അവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത മിസ്പ 3 ബൈബിൾ കൺവെൻഷൻ്റെ ഭാഗമാകുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമധാരികളായ നാം ഓരോരുത്തരും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്ത സേവനങ്ങൾ ഓർമ്മിക്കുമ്പോൾ പുതിയ തലമുറയിൽ ഈ സഭയോടുള്ള സ്നേഹം, ഈ സഭാ നേതൃത്വത്തോടുള്ള സ്നേഹം, ഞാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ സഭയുടെ ഭാഗമാണല്ലോ എന്ന അഭിമാനബോധം, എന്ന സ്വത്വബോധം അവരെ ദൈവത്തിൻ്റെ, അവരെ കൃപയുടെ പുതിയ വഴികൾ നടത്തും എന്നെനിക്കുറപ്പുണ്ട്. യേശുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ 3% താഴെ മാത്രം വരുന്ന നാം നൽകിയ സംഭാവനകൾ, അത് ഓർമ്മിച്ചെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക വിളി ലഭിച്ച, ദൈവം പ്രത്യേകമായി ഈ ഭാരതത്തിലെ ജനകോടികൾക്ക് അവരുടെ അധസ്ഥിതിയിൽ നിന്നും അവരെ ഉയർത്തിയെടുക്കുവാൻ, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ കരകയറ്റുവാൻ, അവരുടെ അറിവില്ലായ്മയിൽ അവർക്കറിവാകുവാൻ, അവരുടെ അജ്ഞതയിൽ അവർക്ക് തെളിച്ചമേകുവാൻ, അവരുടെ ഇരുളിൽ അവർക്ക് പ്രകാശമാകുവാൻ ദൈവം വിളിച്ചവരാണ് നാം എന്ന സത്യത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോഴാണ് സംഭവബഹുലമായ ഈ ഭാരത സഭയുടെ, കേരള സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നാം ഒരു ക്രൈസ്തവനാണല്ലോ എന്ന അഭിമാനബോധത്തിലേക്ക്, എന്ന സ്വത്വബോധത്തിലേക്ക് നാം അറിയാതെ നടന്നെടുക്കുന്ന അത്ഭുതകരമായ സവിശേഷതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയും. എന്താണ് ഈ 3% മാത്രം താഴെയുള്ള ഈ ക്രൈസ്തവ സമൂഹം ഈ ഭാരതത്തിന്, ഈ ഇന്ത്യ മഹാരാജ്യത്തിന് നൽകിയതെന്ന് നാം ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഞാനൊരു കൊച്ചു കഥയിലേക്ക്, ഒരു സംഭവ കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ സംഭവം നടക്കുമ്പോൾ തലശ്ശേരി, ഇന്നത്തെ തലശ്ശേരി അതിരൂപത അഭിഭക്ത തലശ്ശേരി രൂപതയാണ്. മാനന്തവാടിക്കടുത്ത ഒരു കൊച്ചു ഗ്രാമത്തിൽ വികസനം എത്തി നോക്കാത്ത, വൈദ്യുതിയില്ലാത്ത, റോഡുകളില്ലാത്ത, എന്തിന് ഒരു പോസ്റ്റ് ഓഫീസ് പോലും ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമം. എന്നെ ശ്രവിക്കുന്ന തലമുതിർന്ന മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു കാലം ഓർമ്മിച്ചെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വികാരി എല്ലാ ആഴ്ചയും തലശ്ശേരിയിലെ പിതാവിന് ഒരു കമ്പി സന്ദേശം അയക്കും. അതിലിത്രയേ ഉള്ളൂ: പ്രിയപ്പെട്ട പിതാവേ, അങ്ങേക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ എല്ലാ ആഴ്ചയും ഈ ടെലഗ്രാം പിതാവിന് കിട്ടിക്കൊണ്ടേയിരുന്നു. തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടിയിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുക വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ പിതാവ് ഈ അച്ഛനെ നേരിട്ട് കാണുമ്പോൾ ഈ സംഗതി എന്താണ് എന്ന് ചോദിക്കാമെന്ന് കരുതിയിരിക്കാം. ഒരിക്കൽ ഈ അച്ഛനെ പിതാവ് കാണുകയുണ്ടായി. വള്ളോപ്പള്ളി പിതാവ് ഈ അച്ഛനെ ചാരത്ത് ചേർത്ത് നിർത്തി ചോദിച്ചു: പ്രിയപ്പെട്ട അച്ഛ, എന്താണ് എല്ലാ ആഴ്ചയും അച്ഛൻ എനിക്ക് കമ്പി സന്ദേശം അയക്കുന്നത്? അപ്പോൾ ആ അച്ഛൻ
ആ വൈദികൻ നൽകിയ മറുപടിയാണ് കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ കൊച്ചു ഗ്രാമങ്ങൾ വളർന്നു വരുന്നതിന് ഈ കത്തോലിക്കാ സഭ ചെയ്ത, ഈ വൈദികർ ചെയ്ത, ഈ സന്യസ്തർ ചെയ്ത, ഈ അൽമായ നേതാക്കൾ ചെയ്ത നന്മയുടെ തുറവി എന്ത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. പിതാവിൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി അച്ഛൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ ഗ്രാമത്തിൽ വൈദ്യുതിയില്ല എന്ന് പിതാവിനറിയാലോ. ഈ ഗ്രാമത്തിൽ ഒരു പോസ്റ്റ് ഓഫീസില്ല, ടെലിഫോണില്ല. പോസ്റ്റ് ഓഫീസ് വന്നാൽ ഞങ്ങൾക്ക് കത്തുകളെങ്കിലും അയക്കാമല്ലോ. അങ്ങനെ കത്തുകൾ അയക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളുമൊക്കെ ആയിട്ടും എല്ലാവരുമായിട്ടും ഞങ്ങൾക്ക് സംവേദിക്കാമല്ലോ. ഞാൻ എല്ലാ ആഴ്ചയും ഇങ്ങനെ ടെലഗ്രാം അയക്കുമ്പോൾ ഇവിടുത്തുകാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് മറ്റു പലരോടും പലതും പറയാനുണ്ട് എന്ന് അധികാരികൾക്ക് മനസ്സിലാകും. അങ്ങനെ ഞങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസ് അനുവദിച്ചു കിട്ടും. അതിനാണ് പിതാവേ ഞാൻ എല്ലാ ആഴ്ചയും ഈ കമ്പി സന്ദേശം അയക്കുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവ കഥ തന്നെയാണ് മലബാറിൻ്റെ മലമടുക്കുകളുടെയും ഇടുക്കിയുടെയും തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വികസനത്തിന് പിന്നിൽ ഇവിടുത്തെ സന്യാസികളും ഇവിടുത്തെ വൈദികരും പ്രവർത്തിച്ചതിൻ്റെ നിതാന്തമായ തെളിവ്. നമുക്കറിയാം, നാം ചരിത്രം പഠിക്കണം. എന്താണ് ഈ 3% താഴെ വരുന്ന ഈ കത്തോലിക്കരുടെ, ക്രൈസ്തവരുടെ വലിയ ചരിത്രം? പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിക്കുമ്പോൾ നാം അത്ഭുതത്തോടെ മാത്രമേ ഈ 3% താഴെ വരുന്ന ക്രൈസ്തവ സമൂഹം ഇവിടെ നടത്തിയിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, സാമൂഹ്യ വിദ്യാഭ്യാസ ഇടപെടലുകൾ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. അങ്ങനെ ചരിത്രം മനസ്സിലാകുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ അടുത്ത തലമുറയിലേക്ക് ഈ സമുദായത്തിൻ്റെ നന്മകൾ സന്നിവേശിപ്പിക്കാൻ കഴിയൂ. ഈ സഭ ഇവിടെ ചെയ്ത ഈ സാമൂഹിക ഇടപെടലുകൾ എന്തെന്ന് നമുക്ക് നമ്മുടെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ചരിത്രം പഠിച്ച് ചരിത്രം പഠിപ്പിക്കുന്നവരായി ഓരോ മാതാപിതാക്കളും മാറണം, ഓരോ അൽമായനും മാറണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് സമത്വ സുന്ദരമായ മാനവ ദർശനം, സമത്വ ഭാവന പകർന്നു നൽകിയത് 420 വർഷങ്ങൾക്ക് മുമ്പ് 1599 ഉദയംപേരൂർ സൂനകദോസാണ് എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഉദയംപേരൂർ സൂനകദോസിലെ 7ാം ഖണ്ഡികയിലെ 2ാം കാനോനികയിൽ ഇങ്ങനെയാണ് പറയുന്നത്: തമ്പുരാൻ്റെ മുമ്പിൽ നല്ല കുലമെന്നും തണ്യകുലമെന്നും എന്നൊന്നില്ല, അച്ഛനും ചെറുക്കനുമെന്നില്ല, വലിയവനും എളിയവനും എന്നൊന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമത്വ ദർശനം ഇവിടെ പകർന്നു നൽകുമ്പോൾ ഇവിടെ ജാതിയുടെ പേരിൽ ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി വാണിരുന്ന, ഐത്തം ഇവിടെ കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് ഈ മാനവ ദർശനം പകർന്നു നൽകിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ വൈശ്യനും ശൂദ്രനും ഉന്നത കുലജാതനും ഒരുമിച്ച് ഇരിക്കാത്ത, ഇനി താഴ്ന്ന ജാതിക്കാരൻ നടന്നു പോകുന്ന വഴിയിൽ ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇനി വലിയവന്റെ മുമ്പിൽ, ഉന്നത കുലജാതന്റെ മുമ്പിൽ മാറുമറയ്ക്കാതെ സ്ത്രീകൾ നിൽക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഉദയംപേരൂർ സൂനകദോസ് ഇങ്ങനെ ഒരു സമത്വ സുന്ദര മാനവ ദർശനം പകർന്നു നൽകിയത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടുള്ള സെൻറ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 150ാം വാർഷികാഘോഷം നടക്കുകയാണ്. അവിടെ വേദി ഇങ്ങനെ സജ്ജമായി, വേദിയിൽ വിശിഷ്ടാതിഥികൾ ഇങ്ങനെ നിരനിരയായി ഇരിക്കുകയാണ്. താഴെ സദസ്സ് ജനനിബിഡമാണ്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും അടങ്ങുന്ന വലിയ ഒരു സദസ്സ്. ആ വലിയ ചടങ്ങിന് മുഖ്യ പ്രഭാഷകനായി എത്തിയത് കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും
കേരളത്തിലെ PSCയുടെ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ പ്രസംഗം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹം ഒരു നിശബ്ദത പാലിച്ച് സദസ്സിനെ നോക്കി സദസ്സിനോട് ഒരു ചോദ്യം എറിഞ്ഞു. എന്നാണ് കേരളത്തിൽ ഒരു പൊതു സമൂഹ നിർമ്മിതി നടന്നത്? അദ്ദേഹം വേദിയിലുള്ള ആളുകളെ നോക്കി. അവിടെ വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, താഴെയുമുണ്ട് ധാരാളമായി. ആരും മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ മറുപടി പറഞ്ഞു തുടങ്ങി. 1864 എന്താണ് 1864 പ്രത്യേകത? എന്താണ് അത് കേരള സമൂഹത്തിൽ, മലയാള സമൂഹത്തിൽ വരുത്തിയ മാറ്റം? പ്രിയപ്പെട്ടവരെ, വാരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ബർണദിനോസ് ബെച്ചിനെല്ലി പിതാവ് ചാവറ പിതാവിനോട് നിർദ്ദേശിച്ചു, എല്ലാ പള്ളികളിലേക്കും ഒരു സർക്കുലർ അയക്കുക, എല്ലാ പള്ളികളോടുമൊപ്പം പള്ളിക്കൂടം ആരംഭിക്കുക എന്ന വലിയ ദർശനം. കേരളത്തിലെ 200ഓളം വരുന്ന ഇടവക ദേവാലയങ്ങളോട് ചേർന്ന് അന്ന് പള്ളിക്കൂടം ആരംഭിക്കുകയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. കഷ്ടതകൾ നിറഞ്ഞ അന്നത്തെ ഇടവക ജനം, അന്നത്തെ അപ്പത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഇടവക ജനത്തോട് എങ്ങനെയാണ് ഒരു പള്ളിക്കൂടം കെട്ടിപ്പൊക്കണമെന്ന് പാവപ്പെട്ട ഒരു ഇടവക വികാരിക്ക് പറയാനാകുക? പ്രതിസന്ധിയിലായ പലരും തൽക്കാലത്തേക്ക് അത് വേണ്ട, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചു. ചാവറ പിതാവ് അങ്ങനെയുള്ള വൈദികരെ വിളിച്ചു പറഞ്ഞു, അംശമുടക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിക്കുക. വൈദിക ശുശ്രൂഷ ചെയ്യുന്ന, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന, പള്ളിക്കുള്ളിൽ പൗരോഹിത്യം എന്ന വ്രതം തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി പരികർമ്മം ചെയ്യുന്ന പുരോഹിതനോട് അന്നത്തെ ചാവറ പിതാവ് ഒന്ന് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ കർമ്മത്തിനപ്പുറം നിങ്ങളുടെ സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ത് വില കൊടുത്തും പണിയണം. പ്രിയപ്പെട്ടവരെ, വൈദികർ അത് ഏറ്റെടുത്തു. അതാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങളെന്ന, ഇന്ന് കേരളത്തിലെ ജനതകൾ 100% സാക്ഷരരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കേരള ജനത യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതിരുന്ന ജനതയെ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ അന്നത്തെ വൈദിക ശ്രേഷ്ഠരാണെന്ന് നമ്മളിൽ എത്ര പേർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? എത്ര പേർക്ക് അതറിയാം? എത്ര പേർ തങ്ങളുടെ വരും തലമുറയോട് ആ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? ഇന്ന് പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പുകൾക്കും മറ്റാനുകൂല്യങ്ങൾക്കുമായി രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിൽ അവർ വിട്ടുതരുന്ന ഉച്ഛിഷ്ടം ഭക്ഷിക്കേണ്ട ഗതികേടിലായ ക്രൈസ്തവ സമൂഹം അങ്ങനെ ഇരിക്കേണ്ടവരാണോ എന്ന് നാം ആലോചിക്കണം. അങ്ങനെ 20% മാത്രം വിട്ടുകൊടുക്കേണ്ടവരാണോ ഈ ക്രൈസ്തവ സമുദായമെന്ന് ഈ രാഷ്ട്രീയ നേതാക്കളും ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അന്നത്തെ പുരോഹിത ശ്രേഷ്ഠർ ആളുകളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ കായ്ഫലമുള്ള, ഏറ്റവും കായ്ഫലമുള്ള തെങ്ങ് നിങ്ങളൊരു ചെറിയ കെട്ടിട്ട് വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് വീഴുന്ന നാളികേരം നിങ്ങൾ ഞായറാഴ്ച ഇടവക ദേവാലയത്തിലേക്ക് വരുമ്പോൾ അത് ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം, കാഴ്ചയായി സമർപ്പിക്കണം. ഓരോ ഞായറാഴ്ചയും പള്ളിമുറ്റത്ത് ആയിരക്കണക്കിന് നാളികേരം ഇങ്ങനെ കുന്നുകൂടി.
ഈ നാളികേരം വിറ്റ് ഇന്നത്തെ ഓരോ പള്ളിക്കൂടത്തിൻ്റെയും ഇഷ്ടികയും മണ്ണും ഓടും പാകിയത് എന്ന് നാം തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പള്ളിക്കൂടം പണിതു. ഈ പള്ളിക്കൂടത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു പൊതു സമൂഹ നിർമ്മിതി ഉണ്ടായത്. അതുവരെ ജാതി സമൂഹമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഓരോ ജാതിക്ക് വേണ്ടിയും നടത്തിയിരുന്ന സ്കൂളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, ഈ സ്കൂളുകൾ മലയാള ഭാഷ പഠിപ്പിച്ചപ്പോൾ, സംസ്കൃത ഭാഷ പഠിപ്പിച്ചപ്പോൾ, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചപ്പോൾ മലയാളികൾക്ക് ദേവഭാഷ മാത്രം, അത് സമൂഹത്തിലെ ഉന്നത ജാതികൾക്ക് മാത്രം പഠിക്കാൻ അനുവദിച്ചിരുന്ന സംസ്കൃത ഭാഷ എന്ന ദേവഭാഷ പഠിച്ച് ഉന്നത കുലജാതർ മാത്രം വിദ്യാസമ്പന്നരായി, പാവപ്പെട്ടവൻ അവൻ വിദ്യാഭ്യാസം ലഭിക്കാതെ അധകൃതനായി ഉന്നത കുലജാതന പറമ്പിലെ പണിക്കാരായി മാത്രം മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സമൂഹത്തിലെ സമുദായത്തിലെ ഏറ്റവും താഴെക്കടയിൽ ഉണ്ടായിരുന്ന അധകൃതൻ പഠിച്ച് വലിയവനായി. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ ഏത് ഉന്നത പദവികളിലും ഈ അധകൃതർ കയറിയിരിപ്പുണ്ട് എങ്കിൽ അതിന് പിന്നിൽ പ്രിയപ്പെട്ടവരെ ചാവറയച്ചൻ അന്ന് കൊടുത്ത കൽപ്പനയായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് മാത്രമാണ് 1864 കേരളത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിയുടെ വർഷമെന്ന് KS രാധാകൃഷ്ണൻ അടിവരയിട്ട് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ആദ്യമായി പുലയ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെ സ്കൂളുകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ചാവറയച്ചനാണ്. അതുപോലെ തന്നെ 1846 ആദ്യമായി സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. പിന്നീട് മലയാള വിദ്യാലയം ആരംഭിച്ചു. പിന്നീട് നമുക്കറിയാം, ഓരോ മനുഷ്യരോടും സംവേദിക്കണമെങ്കിൽ അവർക്ക് അച്ചടിശാല ഉണ്ടാവണം. അച്ചടിച്ച് അവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വാർത്താ പത്രികകളിലൂടെയാണ് ജനം ഓരോ ദിവസത്തെയും മനസ്സിലാക്കുക എന്ന തിരിച്ചറിവിൽ നിന്ന് അച്ചടിശാല ആരംഭിച്ച ചാവറയച്ചൻ ഇന്ന് ഏതു ചരിത്രത്തിലാണുള്ളത്? പ്രിയപ്പെട്ടവരെ, കേരള സമൂഹം, കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം, കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് നവോത്ഥാന നായകരായി, സാമൂഹ്യ പരിഷ്കർത്താക്കളായി. പേരുകൾ പറയുന്നിടത്ത് ചാവറയച്ചൻ്റെ പേര് മാത്രം പരാമർശിക്കപ്പെടുന്നില്ല എന്നത് ഖേദകരമാണ്. ചാവറയച്ചൻ അന്തരിക്കുന്ന 1871 കേവലം 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചട്ടമ്പി സ്വാമികളും കേവലം 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ശ്രീനാരായണ ഗുരുവും ചാവറ പിതാവ് മരിച്ച് 7 വർഷങ്ങൾക്ക് ശേഷം മാത്രം ജനിച്ച മന്നത്ത് പത്മനാഭനുമൊക്കെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കും മുന്നേ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണങ്ങളിലൂടെ, വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെ കേരളത്തിൻ്റെ പൊതുമനസാക്ഷി രൂപീകരിച്ച ചാവറ പിതാവ് ഈ നവോത്ഥാന നായകരുടെ പട്ടികയിൽ പെടാത്തത് അദ്ദേഹം ഒരു ക്രൈസ്തവ നാമധാരി ആയിരുന്നത് കൊണ്ട് മാത്രമല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സാംസ്കാരിക കലാമേഖലകളിൽ ക്രൈസ്തവർ ചെയ്ത സംഭാവനകളും നിസ്തുലമാണ്. മലയാള ഭാഷയ്ക്ക് ആദ്യത്തെ ഖണ്ഡകാവ്യം സമ്മാനിച്ച അർണോസ് പാതിരി, ജർമ്മനിയിൽ നിന്ന് ഇവിടെ എത്തിയ ഹെർമൻ ഗുണ്ടർട്ട് എന്ന മിഷണറി, അദ്ദേഹം മലയാള ഭാഷ പഠിച്ച് മലയാള ഭാഷയ്ക്ക് ആദ്യമായി നിഘണ്ടു എഴുതിയത് അദ്ദേഹമാണെന്ന് നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? ഇംഗ്ലീഷ്
മ്ലേച്ഛ ഭാഷയാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷയാണെന്നും ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ മാത്രമേ തൻ്റെ സമുദായാംഗങ്ങൾക്ക് നേട്ടം കൈവരിക്കാനാകുമെന്നും തിരിച്ചറിഞ്ഞ മാർത്തോമാ സഭാ സ്ഥാപകനായ പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ തൻ്റെ സമുദായാംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ വികസനത്തിൻ്റെ അവരുടെ നേട്ടങ്ങളുടെ എല്ലാ തുടക്കവും ഇംഗ്ലീഷ് ഭാഷയുടെ പഠനത്തിലൂടെയാണെന്ന് നമുക്കറിയാം. സമുദായം വളർന്നു, അതോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹവും വളർന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഈ സന്യസ്തരുടെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ കത്തിജ്വലിക്കുന്ന ഒരു സംഭവകഥയുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം രാത്രി 10:30 ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കിടക്കാനായി പോകുന്ന സമയം തലശ്ശേരിക്കടുത്ത് ഒരു അഗതി മന്ദിരത്തിൽ എൻ്റെ സിസ്റ്റർ ചേച്ചി അന്നുണ്ട്. അന്ന് രാത്രി 10:30 എന്നെ വിളിച്ചു പറഞ്ഞു, ജോർജ്, എത്രയും വേഗം കുറച്ച് കോട്ടൺ തുണികളുമായി നീ വരണം. രാത്രി 10:30 ചേച്ചി വിളിച്ച് കോട്ടൺ തുണികൾ കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ ഈ രാത്രി 10:30 ഈ കോട്ടൺ തുണികൾ ചേച്ചിക്ക് ആവശ്യം? എന്നോട് പറഞ്ഞു, ജോർജ്, എനിക്ക് അർജൻറ്റാണ്, നീ കൊണ്ടുവരണം. എൻ്റെ ചോദ്യം മുറുകിയപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ജോർജ്, തൊട്ടടുത്ത ഒരു ഓർഗനൈസേഷൻകാർ അവരുടെ വാർഷികം ആഘോഷിച്ചപ്പോൾ കുറച്ച് ബിരിയാണികൾ ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ അത് അവർക്ക് കൊടുത്തു. അവരെല്ലാവരും ഇപ്പോൾ വയറിന് അസുഖമായി അവരിപ്പോൾ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ അർജൻറ്റ് നീഡ് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഉടമയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കോട്ടൺ തുണികൾ തരണം. ഈ കാരണം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് തന്നു. ഞാൻ ആ കോട്ടൺ തുണികളുമായി രാത്രിയിൽ തന്നെ ഞാൻ തലശ്ശേരിയിലേക്ക് എൻ്റെ വണ്ടി ഓടിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ ഏറെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. അവിടെ എൻ്റെ ചേച്ചി അതുപോലെ തന്നെ മറ്റു സിസ്റ്റേഴ്സും ഓടി നടന്ന് കിടന്ന കിടപ്പിൽ തന്നെ വയറ്റിൽ നിന്ന് പോകുന്ന മലവും ഒക്കെ കോട്ടൺ തുണികൾ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്. എൻ്റെ ചേച്ചിയെ എനിക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ആ ദൈവവിളിയുടെ നന്മയെയാണ് ഞാൻ ഓർത്തത്. ഞാൻ ആ തുണി എൻ്റെ സിസ്റ്റർ ചേച്ചിക്ക് കൈമാറി. എന്നോട് ഒരു വാക്കുപോലും പറയാൻ അവർക്ക് സമയമുണ്ടായില്ല. എല്ലാവരും കൂടെ അകത്ത് കടന്ന് ആ അഗതികളുടെ മലമൂത്ര വിസർജനം അന്ന് നേരം വെളുക്കുവോളം കോരുകയായിരുന്നു എന്നെനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത് എന്ന്. കർത്താവ് ഈശോ മിശിഹായുടെ ഈ തിരുവചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിൻ്റെ ആർദ്രതയുടെ കണ്ണീര്, അല്ലെ ആർദ്രതയുടെ പുഞ്ചിരി എൻ്റെ സിസ്റ്റർ ചേച്ചിയുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിനായ സന്യസ്തരുടെ ഈ തിരുവചനം പേറിയുള്ള അവരുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയണം. അത് കാണാതെ പോകരുത്. നമ്മൾ എത്രയോ ഈ വൈദികരുടെയും സിസ്റ്ററുടെയും ജീവിതത്തിൽ വളരെ അപൂർവമായി നടക്കുന്ന മൂല്യച്യുതികൾ മറ്റ് സമുദായ അംഗങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വാട്സപ്പിലൂടെയും ഫോർവേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. ആയിരക്കണക്കിനായ സന്യസ്തർ ഇത്തരം അഗതി മന്ദിരങ്ങളിൽ ആരുമറിയാത്ത, തങ്ങൾക്ക് യാതൊരു വിധത്തിലും പരിചയമില്ലാത്ത ലക്ഷക്കണക്കിനായിട്ടുള്ള ഈ അഗതികളുടെ, പ്രായമായവരുടെ, കിടപ്പ് രോഗികളുടെ മലമൂത്രം ഇങ്ങനെ കോരിക്കൊണ്ടാണ് തങ്ങളുടെ സന്യസ്ത ജീവിതം അവർ നടന്നു നീങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാം പണം കൊണ്ട് തികയാറില്ല. പുണ്യം കൊണ്ട് മാത്രം പൂർത്തിയാകുന്ന മനുഷ്യജന്മങ്ങളെ കത്തോലിക്ക സഭയിലെ പുരോഹിതരെന്നും കന്യാസ്ത്രീകളെന്നും വിളിക്കുന്നതിൽ ഒരു കത്തോലിക്ക സഭാംഗമായി എനിക്ക് അഭിമാനമാണ് ഉള്ളത് എന്നെനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള സഭയിലും ഭാരത സഭയിലും ദൈവവിളികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ദൈവവിളികളുള്ള രാജ്യങ്ങളിലൊന്നായി നമ്മുടെ രാജ്യം മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുടുംബജീവിതത്തിൻ്റെ പവിത്രത, കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ സമുദായത്തിലുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ സന്യസ്തരും ഈ സമർപ്പിതരും വൈദികരുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 40-50 വർഷം വിവാഹത്തിൻ്റെ വാർഷികങ്ങൾ പൂർത്തിയാക്കുന്ന അവർ വിശുദ്ധിയുടെ പടവുകൾ നടന്നു കയറുമ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന വൈദികരും സന്യസ്തരും തങ്ങളുടെ സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിൻ്റെ 50-60 വർഷം യേശുവിനോടൊപ്പം നടന്നു നീങ്ങുന്ന, അവനോടൊപ്പം ജീവിക്കുന്ന ദൈവിക്കുന്ന തെളിവുകളായി നമ്മുടെ വൈദികർ മാറുന്നുണ്ടെങ്കിൽ അതിനു കാരണം പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി, പവിത്രമായ കുടുംബജീവിതത്തിൻ്റെ സംസ്കാരം നാം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുത്തതിൻ്റെ ഫലമാണ്. ആ കുടുംബ മഹിമയുടെ, കുടുംബ വിശുദ്ധിയുടെ സംസ്കാരം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ വൈകുന്നേരമാകുമ്പോൾ, വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കുവാനുള്ള ആഹാരം ഇല്ലാതെ ദൈവമേ ഇനി 4 മണിക്ക് കടന്നു വരുന്ന തൻ്റെ മക്കൾക്ക് എന്തു കൊടുക്കുമെന്ന് ആലോചിച്ച് വിലപിക്കുന്ന അമ്മമാർ. പക്ഷേ അവരാരും ദൈവാശ്രയബോധം കൈവിട്ടില്ല. 4 മണിയാകുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ മക്കൾക്ക് കൊടുക്കുവാനുള്ള അന്നം എൻ്റെ അടുക്കളയിൽ തരുമെന്ന് വിശ്വസിച്ചിരുന്ന അമ്മമാരാണുണ്ടായിരുന്നത്. അവരുടെ ആ വിശ്വാസത്തിൻ്റെ കരുത്താണ് എന്നെയും നിങ്ങളെയും ഇങ്ങനെ എണീറ്റ് എന്ന് പറയിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു വളർന്ന മാതാപിതാക്കൾ, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച മാതാപിതാക്കൾ, അവരുടെ സമർപ്പണത്തിൻ്റെ ജീവിതകഥ നാം നമ്മളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ മടിക്കരുത്. ഇന്നത്തെ മാതാപിതാക്കളും അന്ന് ഈ കഷ്ടപ്പെട്ട കാലത്തെ മാതാപിതാക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തിൽ 1 മിനിറ്റ് പോലും മാറ്റം വരുത്താത്ത, വെള്ളം ചേർക്കാത്ത മാതാപിതാക്കളായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത്. ഇന്നോ സീരിയലിൻ്റെയും വാർത്തകളുടെയും സമയത്തിനനുസരിച്ച് സന്ധ്യാപ്രാർത്ഥന മാറ്റിവെക്കുവാൻ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്ന മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഒരു കുടുംബജീവിതമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ ജീവിച്ചു തീർത്തത്. അങ്ങനെ ജീവിച്ചു തീർത്ത മാതാപിതാക്കളുടെ കഥകൾ അത് നമ്മെ പ്രചോദിപ്പിക്കണം. യഥാർത്ഥത്തിൽ ഈ സഭയെ കെട്ടിപ്പടുത്തത് ഗാർഹിക സഭ എന്ന സഭയുടെ അടിസ്ഥാന യൂണിറ്റായ ഈ കുടുംബങ്ങളിൽ വന്ന വിശുദ്ധിയാണ്, ഈ കുടുംബങ്ങളുടെ ഔന്നത്യമാണ് നമ്മുടെ സമുദായത്തെ ഇത്രയും കെട്ടുറപ്പുള്ള, ഇത്രയും ആഢ്യത്വമുള്ള ഒരു സമുദായമായി നിലനിർത്തിയത്. ഒരുപാട് പ്രതിസന്ധികൾ അന്നത്തെ മാതാപിതാക്കൾ നേരിട്ടിട്ടുണ്ട്. എങ്ങനെ തങ്ങളുടെ മക്കളെ വളർത്തും, എങ്ങനെ അവരെ കെട്ടിച്ചയക്കും? പ്രായപൂർത്തിയാകുന്ന പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് ചങ്കിടിപ്പായിരുന്നുവെന്ന് എങ്ങനെ ഇവരെയൊക്കെ കെട്ടിച്ചയക്കും? പക്ഷേ അവർ പറയും, ദൈവം തന്നതിനെ ദൈവം നോക്കും. എനിക്ക് ദൈവം സമ്മാനമായി തന്നതാ, എൻ്റെ സമ്മാനത്തെ കളങ്കപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയില്ല, അവൻ്റെ അഭിമാനബോധത്തെ തൊട്ട് കളിക്കാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന വിശ്വാസമൂല്യം, എന്ന ഉൾക്കരുത്തായിരുന്നു അവരെ മക്കളെ വളർത്തുവാനും ധാരാളമായി മക്കളെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനും പ്രേരിപ്പിച്ച ഘടകം. ഇന്ന് കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉള്ളവരും 1 മകൻ അല്ലെ 1.5 മകൻ അല്ലെ 2 മക്കൾ എന്ന നിലയിലേക്ക് തങ്ങളുടെ കുടുംബജീവിതത്തെ എഡിറ്റ് ചെയ്ത് സ്വീകരിക്കുകയാണ്. ഈ എഡിറ്റ് ദൈവം ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാത്രത്തിൽ 4-5 മുറി ചെണ്ടങ്കപ്പയും കാന്താരി മുളകും എത്ര സന്തോഷത്തോടെയാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ കഴിച്ചിരുന്നത്. ആ നല്ല ഓർമ്മകളാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത്. ആ മുന്നോട്ട് നയിക്കലാണ്, ആ ധീരമായ മുന്നോട്ടുള്ള യാത്രയാണ് നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ അബ്രാഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അതുപോലെ മോസസിനെയും പോലെയുള്ള നമ്മുടെ ബൈബിളിലെ പ്രവാചകന്മാരടക്കമുള്ള നേതാക്കന്മാരെ പോലെ നമ്മുടെ മാതാപിതാക്കളും ഈ സമുദായ നിർമ്മിതിയുടെ നിർമ്മാണത്തിലെ നേതാക്കളായി മാറ്റപ്പെടുന്നത് അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ.
അവർ നേതാക്കളായിരുന്നു. അവർക്ക് ചിലപ്പോൾ അക്ഷരം കുറവായിരിക്കാം, അവർക്ക് ചിലപ്പോൾ പഠിപ്പ് കുറവായിരിക്കാം, അവർക്ക് ചിലപ്പോൾ ആകാരഭംഗി കുറവായിരിക്കാം, അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഭംഗികൾ അന്ന് കുറവായിരിക്കാം. പക്ഷേ അവർ ധരിച്ചിരുന്ന വിശ്വാസം എന്ന മൂല്യത്തിൻ്റെ പവിത്രത അത്രയേറെ കനമുള്ളതായിരുന്നു, അത്രയേറെ അഴകുള്ളതായിരുന്നു, അത്രയേറെ വിശുദ്ധിയുള്ളതായിരുന്നു എന്നെൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. കുടുംബജീവിതത്തിലെ വിശുദ്ധിയുടെ മൂല്യങ്ങൾ സ്വന്തം മക്കളിലേക്ക് പകർന്നു കൊടുത്ത മാതാപിതാക്കൾ. ഞാനൊരു കൊച്ചു കഥ എൻ്റെ ജീവിതത്തിലെ ഓർക്കുകയാണ്. ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. എൻ്റെ ചാച്ചൻ 5 മണി വരെ പറമ്പിൽ പണിയെടുത്ത് അതിനുശേഷം തൊട്ടടുത്തുള്ള ടൗണിലേക്ക് പോകും. സന്ധ്യയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരും. അന്നൊരു കൊടിയ മഴക്കാലമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലന്ന് കറണ്ടില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളന്നുണ്ടായിരുന്നത്. സാധാരണ ചാച്ചൻ 7:30 മണിയാകുമ്പോൾ വീട്ടിലെത്തും. കാരണം 7:30 മണിക്ക് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റവും വരാറില്ല. അന്ന് 6:30 കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടു. കാരണം വലിയ മഴ, ഇടിയും മിന്നലും പെയ്തിറങ്ങുകയാണ്. ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അയലോക്കത്തുള്ള ഒരു ആശാരി പണിക്കൻ വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, ചേട്ടനെ കണ്ടോ? അപ്പോൾ പണിക്കൻ പറഞ്ഞു, ചേട്ടത്തി, ചാച്ചനെ കണ്ടില്ല. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മുരിക്കിട്ടിൻ്റെ ഇട്ടിരിക്കുന്ന ആ പാലമുണ്ടല്ലോ, ആ പാലം വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചുപോയി. ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ പാലം. അമ്മച്ചി വളരെ ആദിയായി. തൊട്ടടുത്ത നിമിഷം തന്നെ മുറ്റത്തുണ്ടായിരുന്ന ഒരു മാവിൻ്റെ കമ്പ് കാറ്റിൻ്റെ ശക്തിയിൽ പൊട്ടി താഴോട്ട് വീണു. അതോടെ എൻ്റെ അമ്മയുടെ ആദി ഇരട്ടിച്ചു. അമ്മച്ചി പെട്ടെന്ന് തന്നെ നമ്മുടെ തിരുഹൃദയത്തിൻ്റെ പുറകിൽ സൂക്ഷിച്ചിരുന്ന ഓശാന തിരുനാളിന് ഞങ്ങൾ കൈകളിലേന്തിയ കുരുത്തോലയെടുത്ത് എൻ്റെയും ചേച്ചിയുടെയും കയ്യിലേക്ക് പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പുറത്തേക്ക് ആ കുരുത്തോലയൊന്ന് വീശിക്കേ, ദൈവം നമ്മുടെ അപ്പച്ചനെ കൊണ്ടുവന്ന് തരും. ഞാനും എൻ്റെ ചേച്ചിയും ആ കുരുത്തോല വീശിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങളുടെ അപ്പച്ചനെ വേഗം എത്തിക്കണേ, ഈശോയെ, ഞങ്ങളുടെ അപ്പച്ചനെ വേഗം ഒന്ന് എത്തിക്കണമേ. ഞാനും എൻ്റെ ചേച്ചിയും ഈ കുരുത്തോല വീശിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു വെളിച്ചം കണ്ടു. ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി, ചാച്ചൻ വരുന്നുണ്ട്, ആണ്ടെ വെളിച്ചം കാണുന്നു. അത് ഞങ്ങളുടെ ചാച്ചനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചി അന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കുരുത്തോല, ആ കുരുത്തോല വീശിയപ്പോൾ അങ്ങ് ദൂരെ ഞാൻ കണ്ട വെളിച്ചമാണ് ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ എന്തെങ്കിലും നിറവും വെളിച്ചമുണ്ടെങ്കിൽ അന്ന് ഞാൻ കണ്ട വെളിച്ചമാണെന്ന് എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓശാന തിരുനാളുകളിലൊക്കെ നമ്മുടെ വീടുകളിലും ഇത്തരം കുരുത്തോലകൾ ഉണ്ടാവും. നമുക്കറിയാം, ഇന്ന് പരീക്ഷാക്കാലമാകുമ്പോൾ നാം നമ്മുടെ മക്കളെ കുർബാനയ്ക്ക് അയക്കാറില്ല. അല്ലെങ്കിൽ കുരിശു വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മക്കളോട് പറയും, മകനെ, മകളെ, നീ അകടച്ചിരുന്നോ, അപ്പനും അമ്മയും പ്രാർത്ഥിച്ചോളാം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ദൈവാശ്രയ ബോധത്തിലെ ദൈവത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നില്ല. SLC പരീക്ഷയ്ക്കോ +2 പരീക്ഷയ്ക്കോ 1 മാർക്ക് അല്ലെ 2 മാർക്ക് കുറഞ്ഞു പോയാൽ അന്നേരം ജീവിതം അവസാനിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും ഇത് തന്നെയല്ലേ? ജീവിക്കുന്ന ദൈവത്തെ തങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകുവാൻ, എന്നും ജീവിക്കുന്ന, എന്നും കൂടെയിരിക്കുന്ന ദൈവത്തെ സ്വന്തം മക്കളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ, പകർന്നു നൽകുവാൻ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഡോക്ടറേറ്റും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളിലേക്ക് സജീവനായ, എല്ലാ കാലങ്ങളിലും കൂടെയിരിക്കുന്ന നമ്മുടെ ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ എത്രത്തോളം കഴിയുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആലോചിക്കാം. കുടുംബ ബോധത്തിലേക്ക്, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക്, കുടുംബത്തിൻ്റെ പരിപാവനത്തിലേക്ക്, ദാമ്പത്യ വിശുദ്ധിയിലേക്ക് നമുക്ക് ഉണർന്നു വരാം. പണ്ടൊക്കെ ഒരു ഭർത്താവും ഒരു ഭാര്യയും ഉണ്ടായിരുന്നത്. എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടായാലും ദൈവം എനിക്ക് കാണിച്ചു തന്ന എൻ്റെ ഭാര്യയും ഭർത്താവിനോടൊപ്പം ജീവിതകാലം മുഴുവൻ സന്തോഷത്തിലും സന്താപത്തിലും വിശ്വസ്തയോടെ ജീവിച്ചു വന്നവരാ നമ്മുടെ മാതാപിതാക്കൾ. കൈകോർക്കണം ആ നന്മയ്ക്കായി, ചെവി കൊടുക്കണം ആ കഥകൾക്കായി. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക്, ആത്മീയതയുടെ തെളിച്ചത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും കൈപിടിച്ച് നടത്തുവാൻ നമ്മൾക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, അത് കണ്ട് മറ്റു മതസ്ഥരായ ആളുകളും ഈ കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെ ഉദ്ഘോഷിക്കുന്ന ഒരു കാലം വരുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്, അത് പുരോഹിതനായാലും സന്യസ്തരായാലും കുടുംബജീവിതം നയിക്കുന്നവരായാലും, നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവർ നല്ല വിളവ് നൽകും എന്ന് നാം ഓർക്കണം. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണാലും അവർ ജീവിതത്തിൽ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിനെ ജീവിതത്തിൽ അങ്ങോളം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, സനാതന ധർമ്മങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ പുതിയ ഒരു നന്മയുടെ തെളിമയിലേക്ക് അടുത്ത തലമുറയെ കൈപിടിച്ച് നടത്തുന്നവരായി അവർ മാറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാത്തിരിക്കാം. പഴയ നിയമത്തിലെ അബ്രഹാം സ്വന്തം മകനെ ബലി കൊടുക്കേണ്ടി വന്നപ്പോൾ എത്ര ആത്മസംഘർഷം അനുഭവിച്ചു. സാറയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമുണ്ടായ ഒരു കുഞ്ഞിനെ, നിന്റെ തലമുറയെ ഞാൻ കടലിലെ മണൽത്തരികൾ പോലെ വലുതാക്കുമെന്ന് പറഞ്ഞ യേശു തൻ്റെ മകനെ ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എത്രയേറെ ആത്മസംഘർഷത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവും അബ്രഹാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും ആത്മസംഘർഷങ്ങളിൽപ്പെടുന്ന മാതാപിതാക്കൾ, ആത്മസംഘർഷങ്ങളിൽ അൾത്താരയിൽ തങ്ങളുടെ കണ്ണീര് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വൈദികർ, സന്യസ്തർ, ഇവരുടെ കണ്ണീരുകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. നാം ഇപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കട്ടെ. ഞാനിവിടെ പങ്കുവച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ സാമുദായിക നേതാക്കന്മാർ, നമ്മുടെ സമുദായത്തിന് അടിത്തറയും ഭദ്രതയും പകർന്നു നൽകിയ സാമുദായിക നേതാക്കന്മാരെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് ഓർമ്മിക്കാം. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ ആണിക്കല്ലുകളായ, കുടുംബജീവിതത്തിൻ്റെ അടിത്തറ പാകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. അവരുടെ നന്മകളെ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. ആരാധന പാടം മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദീവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, മനുഷ്യമക്കളോടുള്ള അവർണ്ണനീയമായ സ്നേഹത്തെ പ്രതി അപ്പത്തിൻ്റെ രൂപത്തിലായിത്തീർന്ന വിശുദ്ധ കുർബാനയായി അങ്ങ് ദിവ്യ സക്രാരിയിൽ, ഈ അൾത്താരിയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല ഈശോയെ, മനുഷ്യമക്കളോടൊപ്പമായിരിക്കുവാൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച് ഞങ്ങൾക്കായി പാടുപീടുകൾ സഹിച്ച് കാൽവരിയിൽ ജീവനർപ്പിച്ച അങ്ങയുടെ മഹാത്യാഗത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, തിരുവുത്ഥാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ അങ്ങയിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും നിറയ്ക്കുന്ന അങ്ങയുടെ അനന്ത കാരുണ്യം എത്ര വാഴ്ത്തിയാലും മതിയാവില്ല തമ്പുരാനെ. അങ്ങയുടെ പ്രത്യേകമായ പരിപാലനയിൽ അങ്ങ് നടത്തുന്ന കത്തോലിക്ക സഭയുടെ മാധ്യമമായ ഷെക്കീന ടെലിവിഷനിലെ അങ്ങയുടെ കൃപയാൽ നടത്തുന്ന മൂന്നാമത്തെ മിസ്ബ കൺവെൻഷനിൽ ഞങ്ങളുടെ സഭയുടെ വിശുദ്ധമായ പൈതൃകത്തെ ഞങ്ങളിന്ന് തിരിച്ചറിയുകയായിരുന്നു. മഹത്തായ പാരമ്പര്യം, അതുല്യമായ സേവനങ്ങൾ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ ഈ രാജ്യത്ത് ചെയ്ത അത്ഭുതകരമായ സംഭാവനകൾ ഞങ്ങൾ ഇന്ന് ശ്രവിക്കുകയായിരുന്നു. കർത്താവായ ഈശോയെ, ഒരിക്കലും അങ്ങയുടെ മക്കളായ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഈ സമൂഹത്തിന് വേണ്ടിയോ ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും ഞങ്ങൾ പറഞ്ഞു നടക്കാറില്ല. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, മലയിലെ പ്രസംഗത്തിൽ അങ്ങ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന്. കർത്താവേ, ആരെയും അറിയിക്കാതെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ ലോകം മുഴുവൻ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിക്കുമ്പോൾ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ സഭയിൽ പരസ്പരം അറിയിക്കുവാൻ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയെ അറിയിച്ചില്ലെങ്കിലും വലത് കൈക്ക് അറിയുവാനുള്ള ഒരവസരം അങ്ങ് ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഓരോ സഭാ സമൂഹങ്ങളിൽ, കത്തോലിക്ക സഭയിൽ വ്യത്യസ്തമായ റീത്തുകളിൽ, വിവിധ സന്യാസ സഭകളിൽ, വിവിധ രൂപതകളിൽ, വിവിധ ഇടവകകളിൽ, വിവിധ സംഘടനകളിൽ കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയാണ്, പങ്കുവയ്ക്കുകയാണ്, ഒരുമിച്ച് വളരുകയാണ്.
അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഈ നാടിനും ഈ ജനതയുടെ വളർച്ചയ്ക്കും വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അഭിമാനത്തോടുകൂടി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങളുടെ സമൂഹ ബോധത്തെ പറ്റിയുള്ള മതിപ്പ് വളർത്തുവാൻ കഴിയുന്നത്. കർത്താവേ, ഞങ്ങളുടെ ഈ രാജ്യത്ത് വ്യത്യസ്തമായ മതധാരകളുടെ സംസ്കാരത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ജീവിച്ചപ്പോൾ മനുഷ്യത്വത്തിന് വിരുദ്ധമായ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മുറിവേൽപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ് എന്ന് പൊതുസമൂഹത്തോട് പറയുവാനും അതിൽ മാറ്റം വരുത്തുവാനും സമൂഹത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനും അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങളുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ നേതാക്കളും ഞങ്ങളുടെ സഭയിലെ അൽമായ നേതാക്കളും അങ്ങയുടെ സത്യത്തിൻ്റെ പാതയിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൊടിയടയാളമായി ഈ ലോകത്തിൽ അങ്ങയ്ക്ക് ജീവസുറ്റ സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്നോളം അങ്ങയുടെ സഭയെ ഈ നാട്ടിൽ നട്ടുനനച്ച് വളർത്തിയ ഞങ്ങളുടെ അഭിവന്യരായ മൺമറഞ്ഞു പോയ എല്ലാ പിതാക്കന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും ഞങ്ങൾ ഓർക്കുന്നു. ഒപ്പം വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ സഭാ സമൂഹത്തെയും ഒക്കെ നയിക്കുവാനും സഹായിക്കുവാനുമായി അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ അൽമായ നേതാക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. വഴിയും സത്യവും ജീവനും അങ്ങ് മാത്രമാണ്. അങ്ങയുടെ സത്യത്തിൻ്റെ പാതയിൽ കർത്താവേ ഞങ്ങൾ അണിനിരക്കട്ടെ. ഒരു പുതിയ സമൂഹ ബോധത്തോടെ, ഒരു പുതിയ സ്വത്വബോധത്തോടെ ക്രൈസ്തവ സമൂഹം ഉയർത്തെഴുന്നേൽക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകനാഥനേശുവിൻ ജേതാക്കളെ ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഏകനാഥനേശുവിൻ ജേതാക്കളെ ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം.
സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ, സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ, സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ. കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്ന, അങ്ങയെ സ്നേഹിക്കുന്ന ക്രൈസ്തവ സമൂഹം, അങ്ങയുടെ മക്കൾ ഇന്നുവരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വഴികാട്ടികളായിരുന്ന എല്ലാ പിതാക്കന്മാരെയും നേതാക്കളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. സത്യമാകുന്ന അങ്ങയുടെ വഴിയെ ഈ വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ അവർ പരിശ്രമിച്ചപ്പോഴൊക്കെ അസത്യവാദികളുടെ ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കൊടിയുമായി അവർ ഞങ്ങളെ നയിച്ചപ്പോൾ വിദ്വേഷത്തിൻ്റെ അടികൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എങ്കിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശക്തി സ്വീകരിച്ച് തിരുവചനം കൊണ്ട്, തിരുവചനത്തിൻ്റെ തീക്കനൽ സ്പർശം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട് എത്ര ഘോരനായ ശത്രുവിനോട് പോലും നിരന്തരം പോരാടുവാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് അങ്ങ് ഇന്നുവരെ ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും നൽകി. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ അനന്തമായി പരിപാലനയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല ഈശോയെ, രക്ഷാകര ചരിത്രത്തിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ നേതാക്കൾക്കും സമാനമായ നിരവധി പീഡാനുഭവങ്ങൾ ഞങ്ങൾ കാണുകയാണ്. അല്പം മുമ്പ് ഞങ്ങൾ ശ്രവിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതം ജനതകൾക്ക് പ്രകാശമായി, തലമുറകൾക്ക് വെളിച്ചമായി, വിശ്വാസത്തിൻ്റെ പിതാവായി അദ്ദേഹത്തെ അങ്ങ് രൂപപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പിതാവായ അബ്രാഹാം അനുഭവിച്ച ആന്തരികമായ സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയായ സാറായോടും വാർദ്ധക്യകാലത്ത് അങ്ങയുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ അങ്ങ് നൽകിയ ഓമൽ പുത്രനായ ഇസഹാക്കിനോടും ഒപ്പമുള്ള യാത്രയിൽ അദ്ദേഹം അനുഭവിച്ച അവർണ്ണനീയമായ ആന്തരിക സംഘർഷങ്ങൾ, ആ ത്യാഗങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ഇന്നത്തെ ഞങ്ങളുടെ ഈ സമൂഹത്തിന് അറിയില്ല. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തുവാൻ അന്ന് ഈ വിശ്വാസ ജനതയ്ക്ക് തുടക്കത്തിൽ നേതൃത്വം നൽകിയവർ ഏറ്റുവാങ്ങിയ ത്യാഗങ്ങൾ എത്രയാണ് എന്ന്. പുറപ്പാട് അനുഭവത്തിലൂടെ ദൈവജനത്തെ വിമോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ മോശയുടെ സ്വകാര്യ ജീവിതത്തിലെ ആരോടും പറയാത്ത, ആർക്കും മനസ്സിലാകാത്ത ഘോരമായ പീഡാനുഭവങ്ങൾ,
400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചനം നേടി 40 വർഷത്തെ മരുഭൂമി യാത്ര കൊണ്ട് കാനാൻ നാട്ടിലെത്തിയപ്പോൾ മോശയുടെ ത്യാഗത്തിൻ്റെ മധുരം നുണഞ്ഞ ദൈവജനം തങ്ങളുടെ നേതാവിൻ്റെ ആത്മയാതനകൾ തിരിച്ചറിഞ്ഞില്ല എന്നതൊരു സത്യമാണ്. പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും ഒക്കെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ, കർത്താവേ, അങ്ങ് അവരെ ഒരു സമുദായത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, സമൂഹത്തെ വളർത്തുവാൻ വേണ്ടി അങ്ങ് അവരെ ഏൽപ്പിച്ച നിയോഗങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ അവർ ഏറ്റുവാങ്ങിയ സഹനങ്ങൾ, ത്യാഗങ്ങൾ, അതിൻ്റെ ഫലമാണ് ആ സമൂഹം പിൽക്കാലത്ത് ഭദ്രമായ വിശ്വാസ ചിട്ടകളോടുകൂടി അവരുടെ സമൂഹ ജീവിതത്തെ നയിക്കുവാൻ ഇടവരുത്തിയത്. എല്ലാ പ്രവാചകന്മാരും ശാരീരികവും മാനസികവുമായ എണ്ണിയാൽ തീരാത്ത പീഡാനുഭവങ്ങളുടെ കഥ പറയുന്നവരാണ്. അവരാർക്കു വേണ്ടിയാണ് സഹിച്ചത്? അവരെന്തിനു വേണ്ടിയാണ് ഈ പീഡകൾ അനുഭവിച്ചത്? അങ്ങയുടെ ദൈവമക്കൾ ഒരു സമൂഹമായി വളരുന്നതിന് വേണ്ടിയാണ്. കർത്താവായ ഈശോയെ, സത്യത്തിൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പിതാമഹന്മാർ ഏറ്റുവാങ്ങിയ ആത്മത്യാഗങ്ങളായിരുന്നു അവരുടെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ചു, ആ പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിച്ചു. അതുകൊണ്ട് കാലങ്ങളിലൂടെ ഞങ്ങൾ സ്നേഹത്തിൻ്റെ കൊടിയുമായി ഒരു സാക്ഷി സമൂഹമായി മുന്നേറുകയാണ്. ഇന്ന് പുതിയ നിയമ ജനതയായി ഞങ്ങൾ ഈ യാത്ര തുടരുമ്പോൾ അങ്ങാണ് ഞങ്ങളുടെ സത്യമെന്ന്, അങ്ങ് തന്നെയാണ് സ്നേഹമെന്ന് ഞങ്ങൾ ജീവിതം കൊണ്ട് ഏറ്റുപാടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകനാഥനേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഏകനാഥനേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൻ ബലം ധരിക്കുവിൻ. ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. കർത്താവേ, ബെത്ലഹേം മുതൽ കാൽവരി വരെ അങ്ങയുടെ രക്തം കൊണ്ട് പാപമോചനം നേടി ശുദ്ധീകരിക്കപ്പെട്ട പുതിയ ഇസ്രായേൽ സമൂഹത്തെ അങ്ങ് നയിച്ച അവർണ്ണനീയമായ ആ യാത്രാ വഴികൾ ഞങ്ങൾ ഓർക്കട്ടെ. ഉത്ഥാനത്തിൻ്റെ കൃപാവരമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി കരുത്തരായ
വിശ്വാസ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റി. 2000 വർഷങ്ങൾക്ക് ശേഷവും പരിശുദ്ധ സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ജീവിത മാതൃകയിലൂടെ ജനകോടികളുടെ സമൂഹമായി ക്രൈസ്തവ സമൂഹത്തെ അങ്ങ് ഇപ്പോഴും നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു തമ്പുരാനെ. ദീപികാരുണ്യത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് ഇന്നും ഞങ്ങളുടെ സമൂഹത്തെ നയിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് കർത്താവേ, ഇന്നും ഞങ്ങൾക്ക് നല്ല നേതാക്കളെ നൽകുന്നതിനെ ഓർത്ത് അങ്ങയുടെ അരൂപിയുടെ കൃപയാൽ നിറഞ്ഞവരായി നല്ല ആത്മീയ നേതാക്കളെ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത്, നല്ല സമുദായ നേതാക്കളെ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ഓമന പേരുള്ള ഞങ്ങളുടെ ഈ ജന്മദേശം, ഈ മണ്ണിൽ വിശുദ്ധ തോമാശ്ലീഹായുടെ പാദസ്പർശം കൊണ്ട് അങ്ങ് നട്ടുവളർത്തിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസയാത്ര, ഈശോയെ, എത്ര അത്ഭുതകരമായ യാത്രാ വിവരണമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയത്. അങ്ങയുടെ സഭയെ നയിക്കുവാൻ ആത്മീയ ഔന്നത്യമുള്ള മെത്രാന്മാരെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. പുണ്യത്തിൻ്റെ ഗിരിഗോപുരങ്ങളായ വൈദികരെ നൽകി. വിശുദ്ധരായ സമർപ്പിതരെ നൽകി. വചനശുദ്ധിയോടെ ഒരായുസ് മുഴുവൻ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കരുത്തുറ്റ വിശ്വാസ ഭദ്രതയുള്ള ദമ്പതികളെ ചേർത്ത് വെച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അങ്ങ് ദീർഘായുസ് നൽകി. ഒരു ക്രൈസ്തവ കുടുംബം ആകാശമോക്ഷത്തിൻ്റെ സദൃശ്യമാണെന്ന്, സ്വർഗരാജ്യത്തിൻ്റെ സദൃശ്യമാണെന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് ഒരു പ്രവാചകനെ പോലെ അങ്ങ് ഞങ്ങളെ നയിക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസ ജീവിത പദ്ധതികളെ രൂപപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ആത്മീയ അനുഷ്ഠാനങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വൈദിക പരിശീലനത്തെ രൂപപ്പെടുത്തുവാൻ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രവർത്തന പദ്ധതികളിലെത്തിക്കുവാൻ വിശുദ്ധ ചാവറ പിതാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. കർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വന്നത് അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് നാനാജാതി മതസ്ഥരായ മനുഷ്യ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യ നീതി പങ്കിട്ട് കൊടുത്ത എണ്ണിയാൽ തീരാത്ത സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ചാവറയച്ചനും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച വൈദിക ശ്രേഷ്ഠരും കേരളത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. കർത്താവേ, ഇന്ന് ഈ 2021 അങ്ങയുടെ തിരുവുത്ഥാനത്തിൻ്റെ കൃപാവരങ്ങൾ നിറഞ്ഞൊഴുകുന്ന, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പന്തോക്കസ്ത തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഈ ഷക്കീന ചാനലിലെ മിസ്ബാ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ആരാധിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ കൃപയായിരുന്നുവെല്ലാം, അങ്ങയുടെ ദാനമായിരുന്നുവെല്ലാം, അങ്ങയുടെ കാരുണ്യമായിരുന്നുവെല്ലാം. ഞങ്ങൾ നശിച്ചു പോകരുതെന്ന് അങ്ങ് ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വളരണമെന്ന് അങ്ങ് കൊതിച്ചു. കർത്താവേ, ഒറ്റയ്ക്ക് വളർന്ന് ഒരുമിച്ച് തകർന്നു പോകുവാൻ ഞങ്ങൾക്ക് ഇടവരുതാതിരിക്കുവാൻ നല്ല നേതാക്കളെ നൽകി അങ്ങ് ഞങ്ങളെ
നയിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കൃപാവരങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എത്രയെത്ര ആത്മീയ നേതാക്കളാണ്, അഭിമന്യ പിതാക്കന്മാരായി, വൈദികരായി ഞങ്ങളെ നയിച്ചത്. ഓരോ സഭാ സമൂഹത്തിൻ്റെയും തനിമ ചോർന്നു പോകാതെ, പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടാതെ, ക്രമബദ്ധമായി സൗഹൃദഭാവത്തോടെ അങ്ങയിലുള്ള വിശ്വാസത്തിന് സ്നേഹത്തിൻ്റെ കൊടിയടയാളമായി മാറുവാൻ അങ്ങ് നൂറുകണക്കിന് പുരോഹിത ശ്രേഷ്ഠരെ ഞങ്ങൾക്കായി ഒരുക്കി. ഓരോ ഇടവക വൈദികരും വികാരി അച്ഛന്മാരോട് സഹകരിച്ചുകൊണ്ട്, അഭിമന്യ പിതാക്കന്മാരോട് സഹകരിച്ചുകൊണ്ട് സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കരുത്തരായ വിശ്വാസത്തിൻ്റെ തീപ്പന്തങ്ങളായ അൽമായ നേതാക്കളെ അങ്ങ് ഞങ്ങളുടെ ഈ വിശ്വാസ സമൂഹത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, അങ്ങയെ സ്തുതിക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കഴിയുന്നില്ല. കർത്താവേ, ഞങ്ങളിന്നായിരിക്കുന്ന ഈ നന്മകളുടെ സമൃദ്ധിയിൽ ഞങ്ങളെ എത്തിച്ച എല്ലാ പൂർവ്വപിതാക്കന്മാരെയും, ഞങ്ങൾ അറിയാത്ത അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തെയും ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും, വീടുകളിലാവാം, തൊഴിലിടങ്ങളിലാവാം, യാത്രയിലാവാം, നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഇന്നോളം കുലീനമായ വിശ്വാസ പൈതൃകം കൊണ്ട്, സേവന പൈതൃകം കൊണ്ട്, ത്യാഗോജ്വലമായ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൊണ്ട് കേരള സമൂഹത്തിലും ഭാരതത്തിലും ക്രിസ്തുവിൻ്റെ തനിമയാർന്ന മുഖം, വിശുദ്ധമായ മുഖഭാഷ എഴുതി വെച്ച എല്ലാ പുണ്യപിതാക്കന്മാരെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, ഈശോയെ സ്തുതിക്കാം. ദിവികാരൻ ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഒരു സമൂഹമായി അങ്ങ് ഞങ്ങളെ വളർത്തണമേ, ഒരു കുടുംബമായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ക്രൈസ്തവ വിശ്വാസികൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൊടിയടയാളങ്ങളായി മാറുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ കർത്താവേ. വിഭാഗീയതകളും തരംതിരിവുകളും ഞങ്ങളെ മുറിപ്പെടുത്തുകയും തമ്മിൽ അകറ്റുകയുമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ഉള്ളിൽ മുറിവേറ്റു വാങ്ങിയപ്പോഴും ദൈവപിതാവുമായുള്ള മനുഷ്യകുലത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി സ്വന്തം ചോരയും നീരും അവസാന തുള്ളി വരെ കുരിശിൽ ബലിയായി അർപ്പിച്ച അങ്ങയുടെ വിശ്വാസ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈശോയെ, ഐക്യത്തിനു വേണ്ടി മുറിവേൽക്കുവാൻ, സ്നേഹത്തിന് വേണ്ടി തോറ്റുകൊടുക്കുവാൻ, ഒരുമയ്ക്ക് വേണ്ടി സ്വയം വിട്ടുകൊടുക്കുവാനുള്ള അങ്ങയുടെ കുരിശിൻ്റെ മനസ്സ് അങ്ങ് ഞങ്ങളുടെ ആത്മീയ നേതാക്കൾക്ക് നൽകണമേ, ഞങ്ങളുടെ അൽമായ നേതാക്കൾക്ക് നൽകണമേ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾക്ക് നൽകണമേ ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ പാരമ്പര്യവും വ്യത്യസ്തമായ പൈതൃകവും പേറുമ്പോഴും ഈശോ നിന്റെ തിരുനാമത്തിൻ്റെ പേരിൽ എല്ലാ വിഭാഗീയതകളും മറന്നുകൊണ്ട് എല്ലാ തരംതിരിവുകൾക്കും മുകളിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹൃദയ ഐക്യത്തിലേക്ക് ഉയരുവാനുള്ള കരുത്ത് അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവേ. മനുഷ്യരെയും ദൈവത്തെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുവാൻ വന്ന അങ്ങ് ഐക്യത്തിൻ്റെ ചിഹ്നമാണ്, സ്നേഹത്തിൻ്റെ ചിഹ്നമാണ്. ഒരുമിപ്പിക്കാത്തതൊന്നും അങ്ങയിൽ നിന്നുള്ളതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഞങ്ങളുടെ സഭാ സമൂഹങ്ങളെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കാത്ത ആരും അങ്ങയിൽ നിന്ന് വരുന്നവരല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. ഈശോ, അങ്ങയെ പ്രതി, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി തോറ്റുകൊടുക്കുവാൻ, അങ്ങയെപ്പോലെ ഒന്ന് ചെറുതാകുവാൻ,
അങ്ങയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നല്ല നേതൃത്വം വഹിക്കുവാൻ, കൂടെയുള്ളവരെ വളർത്തുവാൻ ഞങ്ങളുടെ നേതാക്കൾക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വർഷിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങളുടെ സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും വിശ്വാസി നേതാക്കളെയും ഓർത്തുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവേ ഈശോയെ, ഇന്നത്തെ വചന പ്രഘോഷണത്തിൽ അത്ഭുതത്തോടെ ഞങ്ങൾ ശ്രവിച്ച അങ്ങയുടെ സമർപ്പിതരുടെയും വൈദികരുടെയും അഭിമന്യ പിതാക്കന്മാരുടെയും അൽമായ നേതാക്കളുടെയും ത്യാഗോജ്വലമായ ശുശ്രൂഷ പൈതൃകത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാമത്തെ തിരുവചനത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. കർത്താവേ, ഞങ്ങളുടെ വ്യത്യസ്തമായ സന്യാസ സമൂഹങ്ങൾ, ആയിരക്കണക്കിന് വൈദികർ, 10,000-കണക്കിന് സമർപ്പിതർ, കർത്താവേ നിന്റെ കൃപയാണ് നാഥ. എവിടുന്നാണ് ഇവർ വന്നത്? ജാതിമത പരിഗണനകൾ നോക്കാതെ, കണ്ണുനീരിന് നിറം നോക്കാതെ, വിശപ്പിൻ്റെ മതം നോക്കാതെ, മുറിവുകളിൽ നിന്റെ സ്നേഹത്തിൻ്റെ തൈലം കോരിയൊഴിച്ച് എല്ലാ മുഖങ്ങളിലും അങ്ങയുടെ തിരുമുഖം ദർശിച്ച് ഈ കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനിലും അങ്ങയുടെ ദിവ്യ സ്നേഹത്തിൻ്റെ സത്യസാക്ഷികളാകാൻ എൻ്റെ ജീവിതം ഞാൻ തീരെഴുതി തരാം എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ഈ സമർപ്പിതർക്കും വൈദികർക്കും ലഭിച്ചത് എവിടുന്ന് എന്ന് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു ഈശോയെ. അത് മറ്റൊരിടത്തൊന്നുമല്ല, കത്തോലിക്ക കുടുംബ രൂപീകരണത്തിനായി വിശ്വസ്തയോടുകൂടി, ദാമ്പത്യ വിശുദ്ധിയോടുകൂടി കുടുംബജീവിതം നയിച്ച അങ്ങ് നൽകിയ മക്കളെ തരംതിരിക്കാതെ മുഴുവൻ മക്കളെയും ഹൃദയത്തിൽ സ്വീകരിച്ച് വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ത്യാഗോജ്വലമായ ദാമ്പത്യ വിശുദ്ധിയുടെ പ്രതിഫലനമാണ് ഇന്ന് കേരള സഭയിൽ നിറഞ്ഞു വിലസുന്ന സമർപ്പിതരെന്ന്, വൈദിക ശ്രേഷ്ഠരെന്ന്, വൈദികരെന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ, മാതാപിതാക്കളുടെ ദാമ്പത്യ വിശുദ്ധിയിലേക്ക് നിറയുമ്പോൾ മാത്രമാണ് കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് അങ്ങയുടെ മക്കളായി ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങയുടെ സ്നേഹം കൊണ്ട് പണിയുന്ന പുതിയ കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് മാറ്റണമേ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവത്തോ
ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലേ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം. ക്ഷമ കൊണ്ട് മേൽക്കൂര ഒരുക്കേണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊരുക്കേണം. ഈശോ ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെ പോലെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച് നയിച്ച മോശയെ പോലെ ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും കർത്താവേ അങ്ങ് തിരഞ്ഞെടുത്ത മഹാന്മാരായ മാതാപിതാക്കൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അടിയുറച്ച വിശ്വാസ ഭദ്രതയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ, ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് മാതൃക നൽകാൻ, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബ അന്തരീക്ഷം നിലനിർത്താൻ, ക്രൈസ്തവ സമുദായത്തോട് പ്രാണൻ കൊടുത്തുമുള്ള പ്രതിബദ്ധത പുലർത്തുവാൻ ധീരതയുള്ള, കരുത്തുള്ള നല്ല പിതാക്കന്മാർ, വലിയ പിതാക്കന്മാർ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളുടെയും പൂർവ്വ ചരിത്രങ്ങളിൽ ഞങ്ങൾ കാണുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർ പണിത സ്നേഹം കൊണ്ടുള്ള കുടുംബത്തിൽ, തിരുക്കുടുംബം പോലെയുള്ള കുടുംബങ്ങളിൽ ഇന്ന് അങ്ങയുടെ മക്കൾ ഒരുമിച്ച് വസിക്കുമ്പോൾ വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കും. അന്തഛിദ്രവും വിഭാഗീയതയും ബന്ധത്തകർച്ചയും വിവാഹമോചനവും ഒക്കെ വന്നു വീഴുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കർത്താവേ, മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അരമണിക്കൂർ പോലും ഒരു ദിവസം കണ്ടെത്താൻ കഴിയാത്ത കുടുംബങ്ങളിലാണ് ഈ തകർച്ച വന്നു ഭവിച്ചിരിക്കുന്നത്. കർത്താവെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും സമ്പത്തിലാണെങ്കിലും സൗഭാഗ്യത്തിലാണെങ്കിലും തകർച്ചയിലാണെങ്കിലും ഉയർച്ചയിലാണെങ്കിലും കർത്താവെ, ഹൃദയങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് വളരുന്ന കുടുംബങ്ങളാണ്. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ഇനിയും അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ, അങ്ങയുടെ ത്യാഗം പകർന്നു കൊടുക്കുവാൻ, ഈ ലോകത്തെ അങ്ങയുടെ അനന്തമായ പരിപാലന കൊണ്ട് നിറയ്ക്കുവാൻ സമർപ്പണ ജീവിതത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഇനിയും മക്കൾ കടന്നു വരേണ്ടത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ആ കൃപാവരത്തിലേക്ക് ഞങ്ങളുടെ സമുദായത്തെ അങ്ങ് ഉണർത്തണമേ. ഞങ്ങളുടെ സഭയെ അങ്ങ് വളർത്തണമേ. ഇന്നോളം ഞങ്ങളുടെ സഭയെ വളർത്തിയ, സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി ജീവൻ സമർപ്പിച്ച, ഒരു ചരിത്ര പുസ്തകങ്ങളിലും എഴുതി വയ്ക്കാത്ത ത്യാഗങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം വിശുദ്ധമാക്കി മാറ്റിയ ഞങ്ങളുടെ എല്ലാ പൂർവ്വപിതാക്കന്മാരെയും നേതാക്കളെയും ഇന്ന് ഞങ്ങളെ നയിക്കുന്ന നേതാക്കളെയും ദിവികാരുണ്യനാഥ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സഭയെ സമർപ്പിക്കാം. നമ്മുടെ സഭയെ നയിക്കുന്ന എല്ലാ പൂർവ്വപിതാക്കന്മാരെയും സമർപ്പിക്കാം. ആരുമറിയാതെ സഭയുടെ അഴകായി മാറുന്ന ത്യാഗോജ്വലമായ മൗന സേവനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ മുഖഭാഷ എഴുതുന്ന വിശുദ്ധരായ സമർപ്പിതരെ, സന്യാസികളെ, വൈദികരെ നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബ ജീവിതത്തിന് വേണ്ടി കുടുംബത്തിലുള്ളവർ പോലും അറിയാത്ത ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ കൃപാവര സമൃദ്ധിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന എല്ലാ നല്ല ദമ്പതികളെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപാവരം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ, നമ്മുടെ ഇടവകകൾ നിറയട്ടെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ കർത്താവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറയട്ടെ. അങ്ങനെ ഒരു പുതിയ ജെറുസലേമായി, പുതിയ ഇസ്രായേലായി ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം
ഉയർത്തെഴുന്നേൽക്കട്ടെ. അഭിമാനമുള്ളവരായി ക്രൈസ്തവ ജനതയുടെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുന്നവരായി ദിവ്യകാരുണ്യത്തിൻ്റെ കൃപാവരത്തോടെ നമുക്ക് ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകനാഥനേശുവിൻ ജേതാക്കളെ ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഏകനാഥനേശുവിൻ ജേതാക്കളെ ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.